ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മുടെ ഹാഫ് ഇയർലി എക്സാം ആണല്ലേ. ഇപ്പം നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ചെയ്യുന്നത്. രണ്ടാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഓൾറെഡി ഡേ 1ൻ്റെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡേ 2ൻ്റെ ഇൻ്റഗ്രേഷൻ്റെയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഡേ 1ൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടായിരിക്കും ഡേ 2 ക്വസ്റ്റ്യൻ പേപ്പർ വരിക. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ദിവസത്തെ ഇൻ്റഗ്രേഷൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, രണ്ടാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം ഹാഫ് ഇയർലിയുടെ. അപ്പോൾ 5 പ്രവർത്തനങ്ങൾ ഒന്നാം ദിവസത്തിൽ നമുക്ക് ഉണ്ടായിരുന്നു ഇൻ്റഗ്രേഷൻ പേപ്പർ 1 ഡേ 1. പിന്നെ ആറാമത്തെ പ്രവർത്തനം തൊട്ടാണ് നമുക്ക് ക്ലാസ് ഉള്ളത്. അപ്പോൾ നമ്മൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഫസ്റ്റിന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന കാര്യം ഒന്നേ ഉള്ളൂ, നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ ചാനലിന് തീർച്ചയായിട്ടും ആവശ്യമാണ്. നമ്മുടെ ക്ലാസ് മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വിടുക. അതുപോലെ തന്നെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ ആറാമത്തെ പ്രവർത്തനമാണല്ലേ. പ്രവർത്തനം 6 എന്താ പറയണത്? അണ്ണാൻ കുഞ്ഞിൻ്റെ ഡയറി എഴുതാൻ പറയണം. അപ്പോൾ ഈ അണ്ണാൻ കുഞ്ഞിൻ്റെ ആന മൂപ്പനും അണ്ണാൻ കുഞ്ഞിനും നിങ്ങൾക്ക് ഡേ 1ലെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആരാണ് അണ്ണാൻ കുഞ്ഞ്, ആരാണ് ആന മൂപ്പന്, സുഗന്ധത്തിന് ഉറവിടം തേടിപ്പോയ കാര്യമൊക്കെ നമ്മുടെ ചോദ്യമായിട്ട് ഒന്നാം ദിവസത്തെ ചോദ്യ പേപ്പർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ചോദ്യ പേപ്പർ കേട്ടോ. അപ്പോൾ ആറാമത്തെ പ്രവർത്തനം നമുക്ക് റീഡ് ചെയ്യാം. എന്താണ്? ആന മൂപ്പനും അണ്ണാൻ കുഞ്ഞും സുഗന്ധത്തിൻ്റെ ഉറവിടം തേടിപ്പോയത് നിങ്ങൾക്ക് അറിയാമല്ലോ. ആ ദിവസം നടന്ന കാര്യങ്ങൾ ചേർത്ത് അണ്ണാൻ കുഞ്ഞിന്റെ ഡയറി തയ്യാറാക്കുകയാണ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഡയറി തയ്യാറാക്കേണ്ടത്? തുടക്കം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? അണ്ണാൻ കുഞ്ഞിന്റെ ഡയറിയാണ് കേട്ടോ. ഇന്ന് ആനമൂപ്പന്റെ പുറത്തേരി കാട്ടിലൂടെ സവാരി പോയ ദിവസമാണ്. ബാക്കി എന്തായിരിക്കും അണ്ണാൻ കുഞ്ഞ് എഴുതുക എന്നതാണ് ഇവിടെ എഴുതി ചേർക്കേണ്ടത്. അപ്പൊ എന്ത് എഴുതിയിട്ടുണ്ടാവും? ഇന്ന് കാട്ടിൽ മരം വെട്ടുകാരും വേട്ടക്കാരും വന്നിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി കാട്ടിൽ നിന്നും അവരെ ഓടിച്ചു. അപ്പോഴാണ് കാടൊന്ന് ശാന്തമായത്. ആനമൂപ്പനോട് അങ്ങേ മലയുടെ ചരിവിൽ പോകാമെന്ന് പറഞ്ഞത് ഞാനാണ്. ആനമൂപ്പന്റെ പുറത്തേക്ക് അങ്ങനെ പോകുമ്പോഴാണ് പൊടുന്നിന് ആനമൂപ്പൻ നിന്നത്. ആദ്യം കാര്യം എനിക്ക് പിടികിട്ടിയില്ല. ആനമൂപ്പൻ തുമ്പിക്കൈ ഉയർത്തി മണം പിടിക്കാൻ തുടങ്ങി. നല്ല സുഗന്ധം അവിടെ ആകെ പരന്നിരുന്നു. ഞങ്ങൾ സുഗന്ധത്തിന് ഉറവിടം തേടി നടന്നു. ഒടുവിൽ ഞങ്ങൾ എത്തിച്ചേർന്നത് കേശൻ രാജാവിന്റെ കൊട്ടാരത്തിലാണ്. കൊട്ടാരത്തിന്റെ മുന്നിലെ വിശാലമായ പൂന്തോട്ടത്തിൽ അതിവിശിഷ്ടമായ ഒരു പൂ വിരിഞ്ഞിരിക്കുന്നു. എന്ത് മനോഹരമായിരുന്നു ആ പൂവ്! ഞാൻ കുറെ നേരം അതിന്റെ ഭംഗി ആസ്വദിച്ച് അവിടെ നിന്നു. അതിന്റെ മണം അതിനകം കാട് മുഴുവൻ പരന്നിരുന്നു. അപ്പൊ ഇതിന്റെ ഈ കാട്ടിൽ മരം വെട്ടുകാരും വേട്ടക്കാരും വന്നിരുന്ന കാര്യമൊക്കെ നമ്മുടെ ഒന്നാമത്തെ ദിവസത്തെ ചോദ്യ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ എന്താ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്? ഡയറി ആണല്ലേ. അപ്പൊ അണ്ണാൻ കുഞ്ഞിന്റെ ഡയറിയാണ് ഇവിടെ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 7, ശുചിത്വ ശീലങ്ങൾ. ദിപ്പുവും ദൊപ്പുവും കൂട്ടുകാരാണ്. ദിപ്പു ദിവസവും രാവിലെ നേരത്തെ എഴുന്നേൽക്കും. ദൊപ്പുവാകട്ടെ വൈകിയാണ് ഉണരുന്നത്. അവൻ പല്ലു തേക്കാതെയാണ് ആഹാരം കഴിക്കുന്നത്. ഭക്ഷണാവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക് കവറുകളും അവൻ വലിച്ചെറിയുകയാണ് പതിവ്. ആരാണ്? ദിപ്പുവാണോ ദൊപ്പുവാണോ? ദൊപ്പു അല്ലേ. ദിപ്പു രാവിലെയും രാത്രിയും പല്ലു തേക്കും. 2 നേരവും കുളിക്കും. കഴുകി ഉണക്കി വൃത്തിയാക്കിയ വസ്ത്രങ്ങൾ ധരിക്കും. ദൊപ്പുവാണെങ്കിൽ നഖം മുറിക്കുകയോ വൃത്തിയാക്കുകയോ ചെയ്യാറില്ല. അങ്ങനെ ദൊപ്പുവിന് ഇടയ്ക്കിടെ രോഗങ്ങൾ വരാൻ തുടങ്ങി. ആരോഗ്യശീലങ്ങൾ പാലിച്ചില്ലെങ്കിൽ രോഗങ്ങൾ പിടിപെടും. ഇനിയെങ്കിലും ശീലശീലങ്ങൾ മാറ്റണം. ദിപ്പു കൂട്ടുകാരനോട് പറഞ്ഞു. കൂട്ടുകാരുടെ വിശേഷങ്ങൾ വായിച്ചില്ലേ? അപ്പൊ ഇതിൽ ആരാണ് നിങ്ങൾ? അതായത് ദിപ്പുവാണോ ദൊപ്പുവാണോ? ദിപ്പു പറഞ്ഞാൽ എങ്ങനെ നല്ല വൃത്തിയായിട്ട് കുളിക്കുകയൊക്കെ ചെയ്യും, കഴുകിയ വസ്ത്രമൊക്കെ ധരിക്കും, അതേപോലെ തന്നെ ദിവസം കുളിക്കും, പല്ല് തേക്കുകയൊക്കെ ചെയ്യും കുട്ടിയാണ് ദിപ്പു. ദൊപ്പു ഇതൊന്നും ചെയ്യില്ല അല്ലെ. അപ്പൊ നിങ്ങൾ ആരാണ്? ദിപ്പുവാണോ ദൊപ്പുവാണോ? അതെ, ദിപ്പുവാണ് അല്ലേ. അപ്പൊ ഇവിടെ എന്താ നമുക്ക് ചോദ്യം എന്താന്ന് വെച്ചാല് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ശുചിത്വ ശീലങ്ങൾ കണ്ടെത്തി എഴുതുക. അതായത് നല്ല ശുചിത്വ ശീലങ്ങൾ ഇവിടെ പറയുന്നുണ്ട് അല്ലേ. അത് കണ്ടെത്തിയിട്ട് ഇവിടെ എന്ത് ചെയ്യണം? 4 പോയിന്റ്സ് എഴുതുകയാണ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? അതെ, എന്തൊക്കെ എഴുതാൻ പറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിയിട്ട് എഴുതിയാൽ മാത്രം മതി. എന്തൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്? രാവിലെയും രാത്രിയും പല്ല് തേക്കും. കണ്ടില്ലേ? നിങ്ങൾ എഴുതിയിരിക്കുന്ന കണ്ടില്ലേ? രാവിലെയും രാത്രിയും പല്ല് തേക്കും. കണ്ടില്ലേ? അടുത്തത് എന്താ? 2 നേരവും കുളിക്കും. പിന്നെന്താ? കഴുകി ഉണക്കി വൃത്തിയാക്കിയ വസ്ത്രം ധരിക്കും. പിന്നെന്താണ്? ഒന്നും കൂടെ നമുക്ക് എഴുതി ചേർക്കണം അല്ലെ. ഇവിടെ ദൊപ്പു നഖം മുറിക്കില്ല എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നഖം വൃത്തിയാക്കുന്ന എഴുതാം. ശുചിത്വ ശീലങ്ങളല്ല എഴുതേണ്ടത്. അതാണ് നമ്മുടെ 7ാമത്തെ പ്രവർത്തനം. എന്താണ്? ശുചിത്വ ശീലങ്ങൾ എഴുതുന്നതാണ് നമ്മുടെ 7ാമത്തെ പ്രവർത്തനം. മനസ്സിലായോ? അടുത്തത് ആക്ടിവിറ്റി 8 ആണ്. ദിപ്പുസ് ബർത്ത്ഡേ. എന്താണ്? ദിപ്പുവിന്റെ പിറന്നാൾ അല്ലെ. ദിപ്പുസ് ബർത്ത്ഡേ. ടുഡേ ഈസ് ദിപ്പുസ് ബർത്ത്ഡേ. ദിപ്പു പാക്കഡ് പേഡാസ് ഇൻ പാക്കറ്റ്സ് ഓഫ് ഹൺഡ്രഡ്സ് ആൻഡ് ടെൻസ്. അപ്പൊ ഇന്ന് എന്താണ്? ദിപ്പുവിന്റെ ബർത്ത്ഡേ ആണ്. ദിപ്പുവിന്റെ ബർത്ത്ഡേക്ക് ദിപ്പു എന്ത് ചെയ്യണം? അതെ, പേട പാക്ക് ചെയ്യണം കേട്ടോ. 100നെയും 10നെയും പാക്കറ്റ് ആയിട്ടാണ് പേട പാക്ക് ചെയ്യുന്നത്. ലുക്ക് അറ്റ് ദ നമ്പർ ഓഫ് പേഡ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഈച്ച് ക്ലാസ്. കംപ്ലീറ്റ് ദ ബോക്സസ്. അപ്പോൾ ഓരോ ക്ലാസ്സിനും അവൻ എത്ര പാക്കറ്റ് വെച്ചിട്ട് എത്ര എണ്ണം വെച്ച് കൊടുത്തു എന്നതാണ് ഇവിടെ കാണിക്കുന്ന ടേബിളിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. 1 തൊട്ട് 4 വരെ ക്ലാസ് ഉണ്ട്. ഒന്നാമത്തെ ക്ലാസ്സിൽ എത്ര പേട കൊടുത്തു? 156 പേട കൊടുത്തു. അപ്പൊ ഇവിടെ എത്ര? 100. ആദ്യത്തെ 3 സംഖ്യയാണ് അല്ലെ. 156. അപ്പൊ എത്ര 100 ഉണ്ട്? 100 ഉണ്ട്. 5 10s ഉണ്ട്,
6 ones. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കണ്ടില്ലേ? 100 5 tens 6 ones. രണ്ടാം ക്ലാസ്സിൽ എത്ര കൊടുത്തു? എഴുതാൻ നമ്പർ ഏതാ? 103 അല്ലേ? അപ്പൊ ഇവിടെ എത്ര 100 ഉണ്ടാവും? 100 ഉണ്ട്. 10 ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ 0 എഴുതണം കേട്ടോ. 0 tens. അതുപോലെ എത്ര ones ആണ്? 3 ones. മൂന്നാം ക്ലാസ്സിന് ഇവിടെ എത്ര കൊടുത്തു എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി നമ്മൾ നമ്പർ ഇവിടെ കൃത്യമായിട്ട് എഴുതണം. എത്ര 100 ഉണ്ട്? 100 ഉണ്ട്. 110 ഉണ്ട്. ones ഉണ്ടോ? ഇല്ല. അപ്പൊ എത്രയാണ് നമ്പർ? എത്രയാണ്? 110. നാലാം ക്ലാസ്സിന് എത്ര കൊടുത്തു? 124. 124 അല്ലേ? അപ്പൊ എത്ര 100 ആണ്? 100 2 tens 4 ones. മനസ്സിലായല്ലോ? അടുത്തത് ഇവിടെ ചോദ്യം എന്താണ്? റൈറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് പാക്കറ്റ്സ് ഓഫ് ടെൻസ്. അതായത് ടെൻസിന്റെ ടോട്ടൽ പാക്കറ്റ് എഴുതാൻ പറ്റും. എത്ര ടെൻസ് ഉണ്ട്? കേട്ടോ ഇവിടെ ഒരു 5 ഉണ്ട്, 0 1 2 എല്ലാം കൂടെ പ്ലസ് ചെയ്യൂ. എത്ര ടെൻസ് ആണ്? അതെ 8. റൈറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് പാക്കറ്റ്സ് ഓഫ് ടെൻസ്. ടെൻസിന്റെ പാക്കറ്റ് എത്ര ഉണ്ട്? 8 എണ്ണം. 8 അല്ലേ? റൈറ്റ് ഇൻ വേർഡ്സ് നമ്പർ ഓഫ് പാരാസ് ഗോട്ട് ഇൻ ക്ലാസ് 2. ക്ലാസ് 2ന്റെ ടോട്ടൽ നമ്പർ ഓഫ് പാരാസിനെ വേർഡ്സിലാക്കിയിട്ട് എഴുതാനാണ് പറയുന്നത്. അതായത് വാക്യത്തിൽ എഴുതുക. ആ നമ്പറിന് നെയിം എന്താണെന്ന് നമ്മൾ പറയുന്നത് അതേപോലെ എഴുതുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ എന്താണ് ഇങ്ങനെ വായിക്കുക? 103 അല്ലെങ്കിൽ എന്ത് വായിക്കാം? മലയാളം എഴുതുന്ന കൂട്ടുകാർക്ക് എന്താണ്? 103 എന്ന് എഴുതണം കേട്ടോ. 103. അടുത്തത് 9ാമത്തെ പ്രവർത്തനമാണ് വരികൾ കൂട്ടിച്ചേർക്കുന്നതാണ് 9ാമത്തെ പ്രവർത്തനം. അപ്പൊ എന്താണ് ഇവിടെ എപ്പോഴും നമ്മൾ വരികൾ കൂട്ടിച്ചേർക്കുന്ന ചോദ്യം എക്സാം ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുക കേട്ടോ. തീർച്ചയായിട്ടും വരുന്ന ചോദ്യമാണ് വരികൾ കൂട്ടിച്ചേർക്കുന്നത്. അപ്പൊ എന്താണ് ഇവിടെ 4 വരി, ആകെ 8 വരി എഴുതണം. നമുക്ക് 8 വരിയുടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ്? ആദ്യം ചോദ്യം വായിച്ചു നോക്കാം. വരികൾ കൂട്ടിച്ചേർക്കുന്നത്: പുഴയുടെ കരയിൽ പുഞ്ചിരി തൂകി പൂമരം ഒന്ന് നിൽപ്പുണ്ട്. പൂമരത്തിന് കൊമ്പിലിരുന്ന് കുയിലുകൾ കൂക്കു പാടുന്നു. പുഴയുടെ കരയിൽ പുഞ്ചിരി തൂകി പൂമരം ഒന്ന് നിൽപ്പുണ്ട്. പൂമരത്തിന് ചോട്ടിലിരുന്ന കുട്ടികൾ കഥകൾ ചൊല്ലുന്നു. ബാക്കി എന്തൊക്കെ നമുക്ക് എഴുതാൻ? വരികൾ കൂട്ടിച്ചേർത്തി പറയൂ. പുഴയുടെ കരയിൽ പുഞ്ചിരി തൂകി പൂമരം ഒന്ന് നിൽപ്പുണ്ട്. പൂമരത്തിന് ഇലയിലിരുന്ന് ഉറുമ്പുകൾ കൂടുകൾ കൂട്ടുന്നു. പുഴയുടെ കരയിൽ പുഞ്ചിരി തൂകി പൂമരം ഒന്ന് നിൽപ്പുണ്ട്. പൂമരത്തിന് കൊമ്പിലിരുന്ന് പൂക്കൾ സുഗന്ധം പരത്തുന്നു. അല്ലെ? അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യാം? വരികൾ കൂട്ടിച്ചേർക്കുന്ന ചോദ്യം ഉറപ്പായും എക്സാമിന് ചോദിക്കും. അപ്പൊ അതെന്ത് ചെയ്യുക? വൃത്തിയായി പഠിച്ച്, അതായത് വരികൾ കൂട്ടിച്ചേർക്കുന്ന ചോദ്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏതെങ്കിലും ഒരു കവിതയൊന്നും ആയിരിക്കില്ല വരിക. പുറത്തുനിന്നുള്ള ഏതെങ്കിലും 4 വരി കവിത തന്നിട്ട് അതേപോലെ വരികൾ കൂട്ടിച്ചേർക്കാനാണ് പറയുക കേട്ടോ. അടുത്തത് ആക്ടിവിറ്റി 10 ആണ്. കംപ്ലീറ്റ് ദി പാറ്റേൺ. ലാസ്റ്റ് ആക്ടിവിറ്റി ആണ്. അതായത് കാണുന്ന പോലെ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഇത് എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഒന്നാമത്തെ നോക്കൂ. 2 ഉണ്ട്, 4 ഉണ്ട് അല്ലെ? 2 കൂട്ടി പ്ലസ് ചെയ്ത് എഴുതുകയാണ് ചെയ്യേണ്ടത്. 2 4. അടുത്ത 4 കൂടെ വീണ്ടും 2 പ്ലസ് ചെയ്യുക. എത്രയാണ്? 6. 6 കൂടെ വീണ്ടും 2 പ്ലസ് ചെയ്യൂ. 8. 8 കൂടെ 2 പ്ലസ് ചെയ്യുമ്പോൾ 10. അവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ? 10 കൂടെ വീണ്ടും 2 പ്ലസ് ചെയ്യുക. എത്രയാ? 12. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5 ഉണ്ട്. 5ന്റെ കൂടെ വീണ്ടും ഒരു എന്ത് കൂടെ? 5 ഉണ്ട്, പിന്നെ നമ്പർ എഴുതിയിട്ടില്ല. പിന്നെ 15 ആണ് അല്ലേ? അപ്പൊ ഇവിടെ 5 ആണ് കൂട്ടി പോകേണ്ടത്. 5ന്റെ കൂടെ ഒരു 5 പ്ലസ് ചെയ്യുക. എത്രയാ? 10. 10ന്റെ കൂടെ 5 പ്ലസ് ചെയ്താൽ 15. അടുത്തത് വീണ്ടും 5 പ്ലസ് ചെയ്യുക. 20 അല്ലേ? 20. വീണ്ടും 5 പ്ലസ് ചെയ്യുമ്പോൾ 25. വീണ്ടും 5 പ്ലസ് ചെയ്യുക. 30. മനസ്സിലായില്ലേ? അടുത്തത് 10 30. ഇവിടെ 20 ആണ് കൂട്ടി പോകുന്നത് അല്ലേ? 10ന് കൂടെ 20 കൂട്ടി 30. 30ന്റെ കൂടെ വീണ്ടും 20 കൂട്ടുക. 50. വീണ്ടും 20 കൂട്ടി 70. 70. വീണ്ടും 20 കൂട്ടി 90. അടുത്തത് 51 ഉണ്ട്. അടുത്ത് എഴുതിയിട്ടില്ല. നെക്സ്റ്റ് 31 ആണ്. അത് സംഖ്യകൾ കുറഞ്ഞാണ് വരുന്നത് അല്ലേ? 51 എന്നിട്ട് 10 മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? 41. വീണ്ടും 10 മൈനസ് ചെയ്ത് 31. വീണ്ടും 10 മൈനസ് ചെയ്യുമ്പോൾ 21. അത് വീണ്ടും 10 മൈനസ് ചെയ്യുമ്പോൾ 11. മനസ്സിലായത്? ഇതുപോലൊരു പാറ്റേൺ പുതിയതായിട്ട് ഉണ്ടാക്കി എഴുതുകയാണ് താഴെ ചെയ്യേണ്ടത്. നമുക്ക് എന്ത് എഴുതാം? സിമ്പിൾ ആയിട്ട് എന്ത് എഴുതാം? ചെറിയ സംഖ്യകൾ എഴുതാം അല്ലെ? 3 6 9 അതുപോലെ എന്താ 12 15 ചെറിയ സംഖ്യകൾ വെച്ച് എഴുതാം. നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം കേട്ടോ. അവസാനത്തെ ക്വസ്റ്റ്യന്റെ പാറ്റേൺ ഇഷ്ടമുള്ള ഒരു പാറ്റേൺ എഴുതുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ 10 ആക്ടിവിറ്റീസ് ആണ് നമ്മൾ രണ്ടാമത്തെ. അതായത് 5 നമ്മൾ ആദ്യ ദിവസത്തിലുണ്ടായിരുന്നു. 5 ആക്ടിവിറ്റീസ് നമ്മൾ രണ്ടാമത്തെ ദിവസത്തിലുണ്ടായിരുന്നു അല്ലെ? രണ്ടാമത്തെ ദിവസത്തെ എക്സാമിനുണ്ട്. അപ്പൊ ഇങ്ങനെയായിരിക്കും നമുക്ക് എക്സാമിന് വരിക, ചോദ്യങ്ങൾ വരിക. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലാക്കാണെന്ന് കരുതുന്നു. നമ്മൾ ഇതിന്റെ ഇന്റഗ്രേഷൻ 3ാം ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ക്ലാസ് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട മറ്റു ക്ലാസ്സുകൾ ഏതൊക്കെയാണ് വേണ്ടതെങ്കിൽ സജസ്റ്റ് ചെയ്യുക. നമ്മൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നമ്മൾ തീർച്ചയായിട്ടും ആ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.